ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിനിലെ ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ പതിപ്പിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നോക്കാം. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കി ബ്രിട്ടൻ. അതായത് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ 75ാമത്തെ ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ 2 പൗണ്ടിൻ്റെ നാണയമാണ് പുറത്തിറക്കിയത്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക്യോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റാണ് അദ്ദേഹം. അതായത് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ യുൻ സുക്യോളാണ്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക്യോളാണ്. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യുൻ സുക്യോൾ എന്ന് പറയുന്നത്. INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. ഏതൊക്കെ യുദ്ധക്കപ്പലുകളാണ്? INS സൂറത്ത്, അതുപോലെ തന്നെ INS നീലഗിരി. INS സൂറത്തും INS നീലഗിരി എന്നീ 2 യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാഗ്ഷീറുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് കണ്ണൂരിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പാണ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ്. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2ൻ്റെ പരീക്ഷണം വിജയം. ഏതാണ്? നാഗ്മാർക്ക് 2 ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ്. അതിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചു. നവാബ് സലാമിനെ ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു. എന്താണ്? ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാരാണ്? നവാബ് സലാമാണ്. ഇതിൻ്റെ അത് 2 പോയിന്റ് പഠിക്കണം. പുതിയ പ്രധാനമന്ത്രി നവാബ് സലാമാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ലെബനൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോസഫ് ഔനാണ്. അദ്ദേഹമാണ് പുതിയ പ്രധാനമന്ത്രിയായി നവാബ് സലാമിനെ നാമനിർദ്ദേശം ചെയ്തത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവ്വൂർ നാഗേശ്വർ റെഡ്ഡി, ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലക്കിയ, ഒസാമു സുസൂക്കി, ശാരദാ സിൻഹ, L സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. പത്മവിഭൂഷൺ നേടിയത് ഇത്തവണ 7 ആളുകളാണ്. ആരൊക്കെയാണ്? കഥാകാരനായ MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ ദുവ്വൂർ നാഗേശ്വർ റെഡ്ഡി, ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലക്കിയ, ഒസാമു സുസൂക്കി അടുത്തിടെ മരിച്ചതാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. തന്നെ ശാരദാ സിൻഹ, L സുബ്രഹ്മണ്യം എന്നിവർക്കാണ് പത്മവിഭൂഷൺ നേടിയിട്ടുള്ളത്. എന്നാൽ പത്മഭൂഷൺ നോക്കാം. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നിവർ ഉൾപ്പെടെ 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. ആരൊക്കെയാണ്? ഹോക്കി ടീം ക്യാപ്റ്റനായിരുന്ന PR ശ്രീജേഷ്, അതുപോലെ തന്നെ ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്ത്, ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഉൾപ്പെടെ 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ 7 ആളുകൾക്കാണെങ്കിൽ പത്മഭൂഷൺ 19 ആളുകൾക്കാണ് ലഭിച്ചത്. അടുത്തത് ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. പത്മശ്രീ ലഭിച്ചത് 113 ആളുകൾക്കാണ്. പത്മഭൂഷൺ 19 ആളുകൾക്ക്, പത്മവിഭൂഷൺ 7 ആളുകൾക്ക്. കൃത്യമായിട്ട് നമ്പർ ഓർത്ത് വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. എന്താണ്? അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റിലെ പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് എന്നുള്ളത്
പുരുഷ വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. എത്രയാണ്? 435 ഉയർന്ന സ്കോർ. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിൽ ഏറ്റവും ഉയർന്ന വിജയമാണ്. വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയം എന്ന് പറയുന്നത് ഈ കളിയിൽ തന്നെയാണ്. 304 റൺസിൻ്റെ വിജയമാണ്. ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. അത് മാറിയപ്പോൾ 435. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഉയർന്ന സ്കോർ. പുരുഷന്മാരുടെ ഉയർന്ന സ്കോർ എത്രയാണ്? വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഉയർന്ന സ്കോർ. ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 435 വനിതകൾ നേടിയതാണ്. പുരുഷന്മാരുടെ 418. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക്. ഈ വർഷത്തെ പ്രേം നസീർ പുരസ്കാരം നേടിയതാരാണ്? ഷീലയാണ്. നടി ഷീലയാണ് ഈ വർഷത്തെ പ്രേം നസീർ പുരസ്കാരം നേടിയത്. 2024 മികച്ച T20 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മികച്ച T20 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് ആണ്. അർഷ്ദീപ് സിംഗ് ആണ് 2024 മികച്ച T20 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. ആരാണ്? വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. ഡേവിഡ് ലിഞ്ച്. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. എന്നാണ് വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് വികാസ് ലിക്വിഡ് എഞ്ചിൻ. അതിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി പൂർത്തിയാക്കി. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രൊഫസർ SK വസന്തനാണ്. പ്രൊഫസർ SK വസന്തൻ. അദ്ദേഹം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമാണ്. പ്രൊഫസർ SK വസന്തൻ. R1 എന്ന ചിലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക്. ഡീപ്സീക്ക് ഇപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഡീപ്സീക്ക്. ഡീപ്സീക്ക് നിർമ്മിച്ച ഏറ്റവും ചിലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡലാണ് R1 എന്ന് പറയുന്നത്. R1 ഓർത്ത് വെക്കുക, R1 ആണ്. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. ഷാഫി അന്തരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. എന്നാൽ വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി ആരാ തിരഞ്ഞെടുക്കപ്പെട്ടത്? സ്മൃതി മന്ദാനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ നമ്മൾ പഠിച്ചു 2024 മികച്ച T20 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അർഷ്ദീപ് സിംഗ് ആണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി ഡി ഗുകേഷ്. ഫിഡെയുടെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനാരാണ്? ഡി ഗുകേഷ് ആണ്. കോലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. ഇതിൽ 1-2 പോയിന്റുകൾ നമ്മൾ പഠിക്കണം. അതായത് വനിതകളുടെ അണ്ടർ-19 T20 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്ന എവിടെയാണ്? കോലാലംപൂരിലാണ്. ഇവിടെ വെച്ച് നടന്ന മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടി ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി മാറിയതാരാണ്? വൈഷ്ണവി ശർമ്മയാണ്. വനിതകളുടെ അണ്ടർ-19 T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നത് കോലാലംപൂരിൽ. ഇതിൽ മലേഷ്യക്കെതിരായി നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടി ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി മാറിയത് വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. ഇതിനായി 14,505 പന്തുകൾ ഉപയോഗിച്ചു. എന്താണ്? ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ചിട്ട് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചാൽ വാങ്കഡെ സ്റ്റേഡിയം തന്നെയാണ്, മുംബൈയിലാണ്. ഇതിനായി ഉപയോഗിച്ച പന്തുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 14,505 ആണ്. 14,505 പന്തുകളാണ് ഉപയോഗിച്ചത്. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന മലയാളിയായ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. പാട്ന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിരുന്ന മലയാളി കൂടിയായ ആര്? ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ട് സ്ഥാനമേറ്റു. അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റ മലയാളി ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രനാണ്. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിലെ
ദാവോസിൽ നടന്നു. ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? ദാവോസിലാണ്. ദാവോസ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്സിന്. ഫൈനലിൽ ബെലറൂസിൻ്റെ ആര്യാന സെബലെങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയതാരാണ്? മാഡിസൺ കെയ്സൻ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ബെലറൂസിൻ്റെ ആര്യാന സെബലെങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ വിന്നറായിരുന്ന ആര്യാന സെബലെങ്കയെയാണ് ആര് പരാജയപ്പെടുത്തിയത്? അമേരിക്കയുടെ മാഡിസൺ കെയ്സൺ. ബഹിരാകാശ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. അതായത് ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണെന്ത്? സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ഈ നേട്ടം കൈവരിച്ചത് US, റഷ്യ, ചൈന എന്നിവരാണ്. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയാണ് സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന രാജ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന വി ഗീതയെ നിയമിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് അടുത്തിടെ നിയമിതയായ ആരാണ്? കോഴിക്കോട് വിജിലൻസ് ട്രിബ്യൂണലായിരുന്ന വി ഗീതയാണ് നിയമിതയായത്. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയ മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. ആരാണ്? രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, അതുപോലെ തന്നെ ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ, പിന്നെ ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം അന്തരിച്ചു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായത് ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ആരാണ് നേടിയത്? ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ. വനിതാ വിഭാഗം വിജയി ആരായിരുന്നു? നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ മാഡിസൺ കെയ്സ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായ 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം, അതായത് ISRO. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടങ്ങി. എവിടെയാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്? 38ാമത്തെ ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ്. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാനക്കാരിയായ ജി തൃഷ. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? തെലങ്കാനക്കാരിയായ ജി തൃഷ. ആമസോൺ സ്ഥാപകനായ ജെഫി ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരം. ഏതാണ് റോക്കറ്റ്? ന്യൂ ഗ്ലെന്നി. അതിൻ്റെ ആദ്യ വിക്ഷേപണം വിജയകരമാണ്. ആമസോൺ സ്ഥാപകൻ ജെഫി ബെസോസിൻ്റെ കമ്പനി ഏതാണ്? ബ്ലൂ ഒറിജിൻ. അതിൻ്റെ റോക്കറ്റാണ് ന്യൂ ഗ്ലെന്നി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. ഏതൊക്കെയാണ്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങളും എന്തായി? ജനുവരി 25-ന് ആകാശത്ത് ഒരേ നിരയിൽ ദൃശ്യമായി. ദിവസം ഓർത്ത് വെക്കുക, ജനുവരി 25-നാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.